ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മക്കളെ, ഞങ്ങളെന്നേ ഞങ്ങളുടെ നാട്ടിൽ കൂടി ഒരു ഔട്ടിങ്ങിന് പോവാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോണത് തട്ടടേക്ക് കേട്ടോ. എന്തായാലും കറങ്ങാൻ ഇറങ്ങിക്കല്ലേ, അപ്പോൾ ഒരു ചായയും അതുപോലെ തന്നെ പരിപ്പ് വടയും സമോസയൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വഴിയിലൂടെ എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കുളത്തിൻ്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുളത്തിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഓപ്പൺ ജിമ്മ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്കും അതുപോലെ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കുളത്തേക്ക് വരുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ വെറുതെ പോയിരിക്കുമ്പോഴും ഈവനിങ് ടൈമിലും മോർണിംഗ് ടൈമിലൊക്കെ അവരുടെ ഫ്രീ ടൈമിലൊക്കെ പോയി നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ആൾക്കാർക്ക് നല്ല യൂസ്ഫുള്ളാട്ടോ. അപ്പോൾ ഞങ്ങളന്ന് പോയന്ന് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കളിക്കാനൊക്കെ. ഈ പോണത് എൻ്റെ നാത്തൂനാട്ടോ. അപ്പോൾ താത്ത ഈ ഒരു ത്രെഡ്മില്ല് പോലുള്ള ഈ ഒരു സാധനത്തിലൊന്ന് കയറി നോക്കാൻ പോവാട്ടോ. ഇതാട്ടോ നമ്മുടെ കുളം. ഇതിൽ ഏകദേശം ഒരു 1-2 പേരൊക്കെ മരിച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു സ്റ്റുഡൻറ്റ്, ചെറിയൊരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുളം കാണാൻ വന്നതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നിട്ട് അങ്ങനെ ഇതിൽ വീണ് മരിച്ചതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.